ഈ മഴക്കാലത്ത് നിങ്ങൾ ഈ 5 തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചെടികൾ എത്രയും പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മഴക്കാലത്ത് ചെടികൾ എങ്ങനെ ശരിയായി പരിചരിക്കണമെന്നുള്ള വീഡിയോയാണ് മുഴുവനായിട്ട് എല്ലാവരും കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. മഴക്കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഡ്രെയിനേജ്. ചെടിയുടെ ആരോഗ്യം മഴക്കാലത്ത് തീരുമാനിക്കുന്ന ഡ്രെയിനേജാണ്. ചട്ടിയിൽ ഇതുപോലെ വെള്ളം കെട്ടി നിന്നാൽ ചട്ടിയിൽ ചെടി വേഗം ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അധിക വെള്ളം പുറത്തേക്ക് പോകാനുള്ള വഴി നമ്മളായിട്ട് ഒരുക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഡ്രെയിനേജ് ചെക്ക് ചെയ്ത് ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്നത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. രണ്ടാമത്തെ കാര്യമാണ് ഫംഗസ് ആൻഡ് പെസ്റ്റ് കൺട്രോൾ. ഉണങ്ങിയ ഇലകൾ, മഞ്ഞ ഇലകൾ, ചീഞ്ഞ ഇലകൾ, അതുപോലെ തന്നെ പൂ കൊഴിഞ്ഞ പോർഷൻസ്, ഇതൊക്കെ നമ്മൾ ചെടിയിൽ തന്നെ മഴക്കാലത്ത് നീക്കം ചെയ്യാണ്ട് നിർത്തുകയാണെങ്കിൽ ഫംഗസ് ഒക്കെ പെരുകാനുള്ള ചാൻസ് കൂടുതലാണ്. മഴവെള്ളം വീഴും തോറും ആ ചീഞ്ഞ ഇലകളിൽ ഫംഗസ് സ്പ്രെഡാവും. പിന്നെ അത് ബാക്കിയുള്ള പ്ലാന്റ്സിലേക്കും കൂടി എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുപോലെ കാണുകയാണെങ്കിൽ ഉടനെ അടി തന്നെ മടിച്ച് നിൽക്കാതെ അപ്പോൾ തന്നെ അതിന് കട്ട് ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ കാര്യമാണ് വാട്ടറിങ് കൺട്രോൾ. നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കുറയ്ക്കണം മഴക്കാലത്ത്, പ്രത്യേകിച്ച് ഔട്ട്ഡോർ പ്ലാന്റ്സിന്. ഇൻഡോർ പ്ലാന്റ്സിനായാലും നമ്മൾ ആഴ്ചയിൽ 1-2 വട്ടം വെള്ളം ഒഴിച്ചാൽ മതിയാവും. കാരണം വായുവിൽ ജലാംശം ഉണ്ടാകും. ഇടൽ കൊണ്ട് മണ്ണ് ഉണങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ പുറത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സിന് ഇതുപോലെ മഴവെള്ളം പെയ്തിട്ട് ഇതുപോലെ മണ്ണ് കട്ടിയാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ റൂട്ടുകൾക്ക് ഇടയിലുള്ള വായുസഞ്ചാരം ഉറപ്പാക്കാനും അതുപോലെ തന്നെ ഓക്സിജൻ താഴേക്ക് എത്തി പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നാലാമത്തെ കാര്യമാണ് ഫെർട്ടിലൈസർ മാനേജ്മെൻറ്റ്. ഫെർട്ടിലൈസർ കൊടുക്കുന്നത് മഴയത്ത് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. കൊടുക്കായാലും ചെറിയ അളവിൽ മാത്രം കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ കൊടുത്താലും അത് മഴയത്ത് ഒലിച്ചു പോകാനുള്ള ചാൻസ് ആണല്ലോ കൂടുതൽ. അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കുകയായിരിക്കും നല്ലത്. പിന്നെ കൊടുക്കുകയാണെങ്കിൽ ജൈവവളം ഇട്ട് കൊടുക്കുകയായിരിക്കും കേട്ടോ നല്ലത് ഈ മഴയത്ത്. അഞ്ചാമത്തെ കാര്യം ലൈറ്റ് റിക്വയർമെൻ്റ് ആണ്. മഴക്കാലത്ത് സൂര്യപ്രകാശം കുറയുന്നത് പല ചെടികളുടെയും വളർച്ചയെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് കഴിയുമെങ്കിൽ കൂടുതൽ വെളിച്ചം കിട്ടുന്ന പ്ലേസിലേക്ക് നമ്മൾ ചെടികൾ മാറ്റേണ്ടതാണ്. ഇൻഡോർ പ്ലാന്റ്സ് ആയാലും ജനലിനടുത്തേക്കൊക്കെ വെളിച്ചം കിട്ടുന്ന ഏരിയയിലേക്ക് വെക്കാം. അതുപോലെ തന്നെ വായുസഞ്ചാരം നമ്മൾ ഉറപ്പാക്കണം കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. പക്ഷേ മഴക്കാലത്ത് ഹാർഡ് പ്രൂണിങ് ഒരിക്കലും ചെയ്യരുത്. ലൈറ്റ് പ്രൂണിങ് മാത്രം ചെയ്യുക. ഹാർഡ് പ്രൂണിങ് ചെയ്താൽ ഫംഗസ് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആ റിസ്ക് ഒഴിവാക്കാം. ലൈറ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. മഴക്കാലത്താണല്ലോ ചെടികൾ കൂടുതലും വളരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ചെടികൾ നട്ടുപിടിപ്പിക്കാനോ അതുപോലെ വേര് പിടിച്ച് കിട്ടാനോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാനുള്ള സമയമാണ് കേട്ടോ. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടിക്കോളും. അതുകൊണ്ട് ഏതെങ്കിലും കട്ടിങ്സ് വെച്ചിട്ട് പിടിപ്പിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ പ്ലാന്റ്സിനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ മഴക്കാലത്ത് നമ്മുടെ പ്ലാന്റ്സ് എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.